നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ വീണ്ടും ഞെട്ടിച്ച് തലസ്ഥാന നഗരിയിൽ സ്കൂൾ ബസ്സിനുള്ളിൽ വെച്ച് കുട്ടികൾ തമ്മിലുള്ള കത്തിക്കുത്ത് വാർത്തയാണ് ഏറ്റവും അധികം ഞെട്ടിക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കത്തിക്കുത്തുണ്ടായത്. നെട്ടയത്തെ സ്വകാര്യ സ്കൂളിൻ്റെ ബസ്സിൽ വെച്ചാണ് +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയത്. നെട്ടയം മലമുകളിലാണ് ഈ കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കുത്തേറ്റ വിദ്യാർത്ഥിയുടെ പരിക്ക് ഗുരുതരമായതിനാൽ വളരെ വേഗത്തിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുത്തിയ വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കത്തിയും പോലീസ് കണ്ടെടുത്തു. ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷമാണ് ഏകദേശം ഒരു 4 മണിക്കാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഈ 2 കുട്ടികളും സ്കൂളിൽ വെച്ച് തന്നെ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു, വൈരാഗ്യമുണ്ടായിരുന്നു. ഇതുതന്നെ ആയിരിക്കണം ഈ ആക്രമണത്തിന് കാരണമെന്നാണ് അനുമാനിക്കുന്നത്. ലാബിലെ ആവശ്യത്തിനായി കൊണ്ടുവന്ന ചെറിയ കത്തി ഉപയോഗിച്ചാണ് ബസ്സിനുള്ളിൽ വെച്ച് ആക്രമണം നടത്തിയപ്പോൾ കുട്ടി എടുത്തു കുത്തിയത്. വീടുകളിലേക്ക് കുട്ടികളെ തിരികെ കൊണ്ടുവിടാൻ പോയ ബസ്സിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ബസ്സിലെ ആയയ്ക്കും ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മുന്നിലാണ് ഈ വലിയ സംഭവം നടന്നത്. പരിക്കേറ്റ കുട്ടിയെ വളരെ വേഗത്തിൽ തന്നെ പൂജപ്പുര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ പരിക്ക് കുട്ടിയുടെ ജീവന് ഭീഷണിയല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഈ അടുത്ത് തന്നെ സമാനമായ മറ്റൊരു സംഭവവും ജില്ലയിലെ വേറൊരു സ്കൂളിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിന് അധ്യാപകർക്ക് നേരെ ഒരു +1 വിദ്യാർത്ഥി കൊലവിളി നടത്തിയ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. അങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ അക്രമവാസന വർദ്ധിക്കുന്നു എന്ന രീതിയിലുള്ള വിവാദവും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടും അത് ലംഘിച്ചുകൊണ്ടാണ് +1 വിദ്യാർത്ഥി ക്ലാസ്സിൽ മൊബൈൽ കൊണ്ടുവന്നത്. ക്ലാസ്സിലെ അധ്യാപകൻ ഇത് ചോദ്യം ചെയ്യുകയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ശേഷം പ്രധാന അധ്യാപകന് കൈമാറുകയും ചെയ്തു. മൊബൈൽ ഫോൺ വേണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥി പ്രധാന അധ്യാപകന്റെ മുറിയിലെത്തി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. തനിക്ക് ഫോൺ തിരികെ നൽകിയില്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ തീർത്ത് കളയുമെന്നും കൊന്നുകളയുമെന്നുമായിരുന്നു കേവലം 16 വയസ്സുകാരനായ ഈ കുട്ടി നടത്തിയ കൊലവിളിയും. സംഭവത്തിൽ വലിയ വിമർശനങ്ങൾ തന്നെയാണ് എങ്ങും ഉയർന്നു കേട്ടത്. പക്ഷേ വിദ്യാർത്ഥിയുടെ വീഡിയോ പുറത്തുവിട്ടതിൽ വലിയ ഗുരുതരമായ പിഴവും ഒരു ഭാഗത്ത് ഉയർത്തുകയുണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ഇതിൽ പ്രതികരിച്ചതായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.